ഏറെ ഗുണങ്ങളുള്ള ഒരു മീനാണല്ലോ നമ്മുടെ ചാള എന്ന് പറയുന്നത്. ചിലർ മത്തി എന്ന് പറയും. ഈ ചാളയും മത്തിയും വെവ്വേറെ എന്ന് പറയുന്നവരുണ്ട്. ആ ഒരു ഐറ്റം ഇനി എന്തൊക്കെയായിട്ട് ഇടത്തരം സൈസിൽ ഒന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ പുളിവെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറേ മസാലകളൊക്കെ ഞെരടി എടുത്തിട്ട് ഇതുപോലെ ലെയറാക്കിയിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 ടേബിൾ സ്പൂണിനടുത്ത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചതും, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടികളിലൊക്കെ ഒരു പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നത്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ, അതിലേക്കൊക്കെ ഈ വെളിച്ചെണ്ണ അങ്ങനെ ചൂടാക്കി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. എന്തായാലും അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവോളയാണ്. ഇനി വലിയ സവോള ആണെങ്കിൽ 1 എടുത്താൽ മതി. അത് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി വാളംപുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ്. 1/2 കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ആദ്യം പകുതി ഒഴിച്ചു. പിന്നെ കുറച്ചധികം കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഞെരടി എടുക്കണം. ഈ കൈ വെച്ചിട്ട് ഞെരടി എടുക്കണേൽ തന്നെ അതിൻ്റെ പകുതി സ്വാധീനം ഇരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും കറിവേപ്പിലയും മസാലപ്പൊടികളും വാളംപുളിയുടെ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടി നല്ലപോലെ തിരുമ്മി എടുക്കണം. ഏതാണ്ട് ഒരു 5 മിനിറ്റിന് മുകളിലായിട്ട് ഞാൻ നല്ലപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് പുളി നോക്കിയപ്പോൾ പുളി കുറവായപ്പോൾ ഞാൻ ബാക്കിയുള്ള പുളി മൊത്തത്തിൽ ഒഴിച്ചു. അപ്പോൾ 1/2 കപ്പിൻ്റെ ഇതിൽ 3/4 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു വിട്ടാൽ. പിന്നെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എൻ്റെ മെഷർമെൻറ്റ് നോക്കണമെന്നില്ല, നിങ്ങൾ നോക്കുക. പക്ഷേ ഈ ഒരു ഐറ്റത്തിന് നല്ലൊരു പുളി ഉണ്ടാവണം, അതുപോലെ തന്നെ എരിവ് ഉണ്ടാവണം. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുന്നത്. ഈ ഒരു മസാലക്കൂട്ട് പകുതി നമ്മൾ മാറ്റിക്കും. 1/2 കിലോ ചാള നമ്മൾ നന്നാക്കി വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ചാള നോക്കിയേ നിരത്തി ഇതിൻ്റെ മസാലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ലെയർ ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കി തികയാത്ത നമുക്ക് അതിൻ്റെ മേലെ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ സവാളയുടെ മസാലക്കൂട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ദമ്മിടുന്നതിൻ്റെ ഒരു രീതി തന്നെയാണ്. എന്തായാലും നമ്മളിത് അത് ലെയർ പോലെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ചെറു തീയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സവാളയിലെ വെള്ളം താഴ്ന്നും മേലെന്നൊക്കെ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. വാളംപുള്ളി പിഴിഞ്ഞതല്ലാണ്ട് വേറെ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുക. സൈഡ് ഇതുപോലെ ഇങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ വീണ്ടും അടച്ചു വയ്ക്കുക. വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം ചെറുതായിട്ട് അടിഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ചാള പൊട്ടാതെ വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞ് മിക്സായി പോവും. ആവി വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളവും പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഇതിൽ കിടന്നിട്ട് നല്ലപോലെ വേവട്ടെ. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ മണം നമ്മൾ നേരത്തെ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ പോയതുകൊണ്ടേ നമുക്ക് അധികം നേരം ഒന്നും ചെയ്യേണ്ട. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. 10 മിനിറ്റ് പോലും വേണ്ട. ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പിലയോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തരി പോലും വെള്ളം ചേർക്കാണ്ട് വറ്റിച്ചെടുത്തിട്ടുള്ള ചാളയുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാട്ടോ. ചാളയൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഇതുപോലെ ഇരിക്കും കുറേ കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴിയും.